എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡു പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ തുക വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചിലർക്ക് ഇത് ഫാസ്റ്റ് ആയിട്ട് തന്നെ ട്രാൻസ്ഫർ ആവുന്നതാണ്, ചിലർക്ക് ഇത് ഇച്ചിരി ഡിലേ ആവും. ചില ബാങ്കുകളുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ താമസങ്ങൾ നമ്മുടെ ഈ ബാങ്ക് അക്കൗണ്ടിന് വരുന്നത്. എന്തായാലും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചില ബാങ്കുകളിലെ ഇഷ്യൂസ് കൊണ്ടാണ് നമുക്ക് ഇച്ചിരി സമയമൊക്കെ എടുക്കുന്നത് ഈ പൈസ അക്കൗണ്ടിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ 19ാമത്തെ ഗഡു പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ മുടങ്ങിയിട്ടുള്ളവർക്ക് അത്രയും തുകകളും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. ഒറ്റയടിക്കല്ല ഈ എമൗണ്ട് എത്തുന്നത്. ഓരോ ഗഡുക്കൾ വീതമാണ്, 2000 ആയിട്ടുള്ള ഗഡുക്കൾ വീതമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ആ ഇൻസ്റ്റാൾമെന്റ് ഡേറ്റും കാണിച്ചുകൊണ്ട് തന്നെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം കറക്റ്റ് ആക്കിയിട്ടുള്ളവർക്കും ഈ തുക മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഈ തുക ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഡിസംബർ വരെയുള്ള അപ്ഡേഷനാണ് നമുക്ക് ഇപ്പോൾ പേയ്മെന്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളവരുടെയൊക്കെ ഇപ്പോൾ ലിസ്റ്റ് അപ്ഡേറ്റ് ആകാത്തതുകൊണ്ടാണ് ആ ഒരു എമൗണ്ട് വരാത്തത്. അത് ചിലപ്പോൾ അടുത്ത മാസമൊക്കെ നമുക്കൊരു ട്രാൻസാക്ഷൻ പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ 20ാമത്തെ ഗഡുവിന്റെ കൂടെ മാത്രമേ നിങ്ങൾക്ക് ഇനി ഈ തുക ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും അക്കൗണ്ട് പരിശോധിക്കുക. ചില ബാങ്കുകൾക്ക് എല്ലാവരും മെസ്സേജ് നോക്കിയിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ മെസ്സേജ് വന്നില്ല എന്ന് കരുതി PM കിസാൻ സമ്മാൻ തുക എത്തിയില്ല എന്ന് കരുതരുത്. ചില സെർവർ ബിസികളും നെറ്റ്വർക്ക് ഇഷ്യൂസുകളും ഉള്ളവർക്ക് ഈ ഒരു മെസ്സേജ് എത്താൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. നിങ്ങൾ ബാലൻസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിൽ നിന്ന് ഈ ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കിന്റെ പേര് കൊടുത്തിട്ട് ബാലൻസ് ചെക്ക് എൻക്വയറി നമ്പർ എന്ന് അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഒരു മൊബൈൽ നമ്പർ അവിടെ വരും. ആ മൊബൈൽ നമ്പർ എടുത്ത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഫോണിൽ നിന്ന് ഒരു മിസ്ഡ് കോൾ അടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഒരു ബാലൻസ് എൻക്വയറിയുടെ ഒരു മെസ്സേജ് വരും. അതിലറിയാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബാലൻസ് വന്നിട്ടുണ്ടോ, PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും ഈ ഒരു വിതരണം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ആരംഭിക്കുകയാണ് പുതുക്കല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഇതുവരെയും പൈസ എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളവർ നിങ്ങൾ ഇനി യാതൊരു കാര്യങ്ങളും PM കിസാൻ സമ്മാൻ നിധിയിൽ ഇപ്പോൾ ചെയ്യേണ്ടതില്ല. നിങ്ങളിപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പുതുക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയും ഇല്ല. ഇത് പുതുക്കണ്ട എന്നുള്ള ഒരു കറക്റ്റായിട്ടുള്ള വീഡിയോ അതിന്റെ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡു പ്രഖ്യാപിച്ചു. എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. തുക വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മെസ്സേജ് വരാത്തവർ കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ ബാങ്കുകൾക്കും ഒരേപോലെയല്ല ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വരുന്നത്. അതുകൊണ്ട് താമസങ്ങളൊക്കെ നേരിടും എന്നുള്ളൊരു കാര്യം ഇതിനകത്തുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്